അല്ല കവിത എന്നല്ല സംഗീതം ഉണ്ട്. ലാലേട്ടൻ ഇവിടെ ഇല്ല, പുറത്താണ്. ലാലേട്ടൻ ഉപദേശിക്കുന്ന ഒരു ആളല്ലേ? ലാലേട്ടൻ ഫോൺ വിളിച്ചിരുന്നോ? രാവിലെ മെസ്സേജ് അയച്ചിരുന്നു, പുറത്താകുമ്പോൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മഴയാണ് ഭയങ്കര പറഞ്ഞപ്പോൾ എനിക്കൊരു ലവ് ചിഹ്നം മഴ മാറും എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അതിന് മുമ്പ് ആദ്യം ഒരു ഓൾ ദി ബെസ്റ്റ് അയച്ചിട്ടുണ്ട്. കണ്ടിട്ട് വിളിച്ചു. ഓണം നോക്കിയോ? അറിയില്ല, പടം നല്ലതാ എന്തായാലും. അല്ല ഈ ലോകേ നല്ലതാന്ന് പറയുന്നു, ഹൃദയപൂർവ്വം നല്ലതാന്ന് പറയുന്നു. നമുക്കിവിടെ എന്തായാലും എല്ലാ പടങ്ങളും ഒരേ സമയം മേടിക്കാനുള്ള സ്പേസ് ഞങ്ങൾ പ്രേമലു ഈ പറഞ്ഞ പ്രേമലും മഞ്ഞുമലൊക്കെ ഒരുമിച്ച് പോയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല പടമാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആൾക്കാർ കണ്ടോളൂ. ലോക കാണോ? ഞാനതിന് വന്നതാ. പക്ഷെ അവനോട് ടിക്കറ്റ് എടുത്തരാൻ പറയട്ടെ. ഭയങ്കര അടിപൊളി, ഇമോഷണൽ ആയിരുന്നു പടം. ഒന്നത്തെ ഇതിനു മുമ്പ് ലാലേട്ടന്റെ വേറെ പടങ്ങളെ ഫാൻ ഷോ കണ്ടിട്ടുള്ളൂ, നമ്മളും കൂടി പാർട്ടായിട്ടുള്ള ഒരു പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര കയ്യടികളും എല്ലാം കണ്ടപ്പോ ഓ അടിപൊളിയായിരുന്നു. പടത്തിൽ കണ്ട പോലെ പടത്തില് 75% ലാലേട്ടന്റെ കൂടെ പ്രേക്ഷകർ പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞ് ഇതായതാ. ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഇന്ന് പടത്തിന്റെ ഹൈയില്ല, പടം നന്നായി, ഞാൻ പ്രതീക്ഷയിലും ഭയങ്കര നന്നായി, ഒരുപാട് അതിന്റെ ഒരു സന്തോഷം. ഈ പ്രേക്ഷകരെ കയ്യടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ സിനിമയിൽ അഭിനയിക്കാൻ? ഓരോ കോമഡിയിലും കൈയടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ലാലേട്ടനെയും ഭയങ്കര ബെസ്റ്റ് ഫോമിലാണ് പടം. ഇനിയിപ്പോ ആരുടെ പടം കാണുമെന്നോ? ഞാനിപ്പോ ലോക കാണാൻ ഇറങ്ങിയതാണ്. അത് എല്ലാ പടത്തിലും നാളെ ഓടുംകുതിരയും കാണാം. ലോകയില് കണ്ടില്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിളിച്ചിരുന്നോ? അതേ വിളിച്ചു വെച്ചോളൂ. എന്താ പറഞ്ഞേ? ഹൃദയപൂർവ്വത്തിന്റെ ആശംസ പറഞ്ഞിരുന്നോ? പറഞ്ഞു എന്നല്ല, അറിഞ്ഞിട്ട് വിളിച്ചതാ, റിവ്യൂ അറിഞ്ഞിട്ടൊക്കെ വിളിച്ചതാ. അടിപൊളിയാന്ന്. അല്ല ഹൃദയപൂർവ്വം നല്ലൊരു അഭിപ്രായമാണ്. ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരു ഇതുണ്ടാവായിരിക്കും, ഫാമിലിക്ക് എല്ലാ തരത്തിലും കാണാനും അഭിപ്രായമൊക്കെ. സത്യനന്ദിക്കാട് എന്നുള്ളൊരു സംവിധായകന്റെ കൂടെ അഭിനയിക്കുക എന്നുള്ള ഇന്റർവ്യൂ വേണോ ഇപ്പൊ ഇവിടെ? നമുക്ക് അതൊക്കെ എങ്ങനെയായിരുന്നു? സന്തോഷം, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞതാ, ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര മാസ്റ്റർ ക്ലാസ് പോലെ ആയിരുന്നു മൊത്തത്തിൽ. അവിടെ ലെജൻസിന്റെ കൂടെ നമ്മള് ഫുൾ ടൈം നിൽക്കുന്നത്. പിന്നെ പിടിക്കാം. ലോക ട്രെയിലർ കണ്ടിട്ട് എന്താ പൊളിയല്ലേ അതിന്റെ. ശരി, ഞാൻ കവിതയിലായിരുന്നു ആക്ച്വലി കണ്ട. അപ്പൊ ഫാൻ ഷോ കൂടെ ആയിരുന്നു. ഇതിനു മുമ്പ് ബാക്കി ലാലേട്ടന്റെ പടങ്ങളാണ് അവിടെ ഫാൻ ഷോ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളും കൂടി പാർട്ടായിട്ടുള്ള പടം കാണുന്നതിന്റെ കയ്യായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. എന്റെയൊക്കെ ഒരു ലാസ്റ്റത്തേക്ക് ഒരു സീക്വൻസിലൊക്കെ നോർമൽ ഒരു സീനാണ്, അതിനൊക്കെ കൈയടിച്ചപ്പോൾ ഭയങ്കര ഓൾമോസ്റ്റ് കോമഡികളൊക്കെ ലാൻഡായി, എല്ലാത്തിനും ചിരി. ഇനിയിപ്പോൾ ബാക്കി സ്ഥലങ്ങളിലും കൂടി കാണണം. എല്ലായിടത്തും നല്ല റിവ്യൂ വരുന്നുണ്ട്. ശരിക്കും എല്ലാ പ്രേക്ഷകരും പറഞ്ഞത് ലാൽ സത്യം കോംബോയിൽ വർഷങ്ങൾക്ക് ശേഷം പിന്നെ കാണുമോ, ഇപ്പോഴും ആ ഒരു പഴമ വിടാതെ ഒരു പിന്നെയും ഭയങ്കര രസമായിട്ട് കാണാറുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ ഇങ്ങനൊരു സബ്ജക്റ്റ്? ഞാൻ ആസ് എ ഓഡിയൻ കൂടി ഭയങ്കര എൻജോയ് ചെയ്താണ്. കാരണം ഞാനില്ലാത്ത ഏരിയാസ് ഒന്നും ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറേ ഇമോഷണലിയും എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്തു. ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി, അത് മതി. സംഗീതം എപ്പോൾ വന്നാലും പ്രേക്ഷകരെ കയ്യിലെടുക്കും. അതിനിപ്പോൾ ആരുടെ കൂടെയാണ് ഏത് കോംബോയിലും ഭയങ്കര വർക്കൗട്ടാണ്. അടിപൊളി. എങ്ങനെയുണ്ട് അതിപ്പോൾ? ഓരോ റിവ്യൂ ഒക്കെ വരുമ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഇന്റർവെല്ലിന് ടെൻഷൻ അടിച്ചെടുത്ത് നോക്കിയപ്പോൾ തന്നെ അത് കണ്ടു. അപ്പോൾ ഭയങ്കര, ഞാൻ നേരത്തെ പടം അഭിനയിച്ചൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ തന്നെ ഒരു ട്രോൾ ഉണ്ടാക്കി, എൻ്റെയും നെസ്ലിൻ്റെയും വെച്ചിട്ടും അതുപോലെ തന്നെ ലാലൻ്റെയും ശ്രീനേട്ടൻ്റെയും വെച്ചിട്ടും ഞങ്ങൾ പ്രേമലും ഇറങ്ങിയപ്പോൾ ഒരെണ്ണം വെച്ചിരുന്നു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയിട്ടൊരു ട്രോൾ ഉണ്ടാക്കാന്നുള്ളത്. ഞാൻ നോക്കുമ്പോൾ ഇന്റർവെല്ലിൽ അത് ഒറിജിനലി വേറെ ആരും ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഇന്റർവെല്ലിനൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു. ഇന്റർവെൽ ഓരോ സിനിമ ചെറിയ കോമഡികൾ വരെ ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് കാണുമ്പോൾ അല്ല ലാലേട്ടനൊപ്പം എല്ലാ കോംബോയും വർക്ക് ആവുന്നു. അത് ഭയങ്കര അടിപൊളി. എനിക്കും ഭയങ്കര സന്തോഷം. ഞങ്ങളും സ്ക്രീനിലുണ്ടായിരുന്ന ആ സിംഗ ആൾക്കാരും എൻജോയ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കയ്യായി. ശരി, നസ്ലിന്റെയും കല്യാണിയുടെയും ചന്ദ്ര ഉണ്ടോ? ഞാൻ അതിന് വേണ്ടി ലോക കാണാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയാണ് പടം. അടിപൊളി. ഇത് കണ്ടിട്ട് പറയും. ഓക്കെ, താങ്ക് യു. ശരി, ബൈ. താങ്ക് യു.